ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 345. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 7, അനുവാകം 7, സൂക്തം 74 ഇത് ആയുർവേദ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഗണ്ഡമാലി എന്ന ഒരു രോഗത്തെ പറ്റിയുള്ള പരാമർശമാണ്. ഈ ഗണ്ഡമാലി എന്ന് പറയുമ്പോൾ കഴുത്തിലുള്ള ഗ്രന്ഥിയുടെ വീക്കമായിട്ടാണ് ആയുർവേദം കണക്കാക്കിയതെങ്കിലും ആ അർത്ഥം മാത്രമല്ല അതിനുള്ളതെന്ന് അടുത്ത സൂക്തത്തിലെ 75-ലെ അല്ല 76-ലെ സൂക്തത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അവിടെ അത് കണ്ഠത്തിൽ മാത്രമല്ല കക്ഷത്തിലും ഗുഹ്യഭാഗത്തും എല്ലാം വ്രണമുണ്ടാക്കുന്ന, പഴുപ്പുണ്ടാക്കുന്നതെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഗ്രന്ഥിവീക്കം ഒന്ന് തന്നെയാണ് ഒരു അസുഖം. തൊണ്ട ഗ്രന്ഥികളുടെ വീക്കം, പഴുപ്പ് ഇതെല്ലാം തന്നെയാണ് ഒന്ന്. പഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ ചില വൈറസുകളെ പറ്റിയും മാല എന്ന അർത്ഥമല്ല ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് പിൽക്കാലത്ത് ആയുർവേദം കൈകാര്യം ചെയ്തവര് അണുക്കളെപ്പറ്റി, രോഗാണുക്കളെ, വൈറസുകളെ പറ്റി ഒന്നും അധികം മനസ്സിലാക്കിയതായിട്ട് തോന്നില്ല. ഫംഗസ് ഇൻഫെക്ഷൻ, വൈറസുകൾ, ഇങ്ങനത്തെ ജീവികളെ പറ്റി അധികം ചിന്തിച്ചിട്ടില്ല. അവർ വാതപിത്ത കഫം എന്ന നിലയിലാണ് പോയിരിക്കുന്നത്. ആ ഒരു അപ്രോച്ചിൽ പോയതാണ്. പക്ഷെ ആധുനിക സയൻസ് എന്ന് പറയുമ്പോൾ രോഗാണുക്കളായിട്ടും വൈറസുകളായിട്ടും ബാക്ടീരിയ ആയിട്ടും ഫംഗസ് ആയിട്ടും ഇങ്ങനെ പലതും ഉണ്ട്. ഈ പഴുപ്പുകളെല്ലാം വരുന്നതിൽ ഇതെന്നെല്ലാം വലിയ മുഖ്യ പങ്കുണ്ട്. അങ്ങനെ ഇതിന് വലിയൊരു വിശാലമായ അർത്ഥമുണ്ട്. കാരണം ഈ ഒരു മന്ത്രത്തിൽ ചുരുക്കിയാണ് പറഞ്ഞെങ്കിലും അടുത്ത 76-ാമത്തെ സൂക്തത്തിൽ നമുക്കത് വിസ്തരിച്ച് കുറേ കാണാം. അപ്പോൾ ഇത് ആയുർവേദ ചികിത്സയായിട്ട്, രോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യേണ്ടവർ ഡോക്ടർമാരാണ്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രന്ഥമല്ല ഇത്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മെഡിസിൻ, എൻജിനീയറിങ് എല്ലാ വിഷയങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാവരും കൂടി ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഓരോ ആളും സ്പെഷ്യലൈസ് ചെയ്ത വിഷയങ്ങളിൽ കയറി നോക്കിയാൽ മാത്രമേ അതിന് ശരിയായ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അതുകൂടാതെ കണ്ടെത്താൻ കിടക്കുന്ന ശാസ്ത്രങ്ങളും അതിൻ്റെ അകത്ത് കാണും. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. ഈ പറയുന്ന ഗണ്ഡമാലി എന്ന ആ രോഗത്തെപ്പറ്റി, അത് പഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ന് ആയുർവേദത്തിൽ നമ്മൾ നെറ്റിലെല്ലാം അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തൊണ്ടയിലെ ഗ്രന്ഥി വീക്കമായിട്ടാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, വേറെ പരാമർശങ്ങൾ മറ്റുള്ളതിൽ വരുന്നുണ്ട് അടുത്ത മന്ത്രങ്ങളിൽ. അപ്പോൾ ഇവിടെയും വേറെയും ചില അസുഖങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ അവിടെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ഇതെല്ലാം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ട ആൾക്കാർ, ഡോക്ടർമാരും അത്തരം ഫീൽഡുകളിലെല്ലാം വർക്ക് ചെയ്യുന്നവരാണ് ഇതിനെപ്പറ്റി ഗവേഷണം നടത്തേണ്ടത്. എന്നിട്ട് ചിലപ്പോൾ അവർക്കറിയുന്ന കാര്യങ്ങളുമായിരിക്കാം. അപ്പം നമുക്ക് പൊതുവായിട്ട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് മാത്രമേ കടക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമുക്കതിലേക്ക് പോകാം. എന്താണ് പറയുന്നതെന്ന് ആദ്യം സൂക്തം 74 നോക്കാം. അഥർവവേദം കാണ്ഡം 7, അനുവാകം 7, സൂക്തം 74. ഋഷി അഥർവഗിരസ്, ദേവത ജാതവേദസ്, മന്ത്രോക്താവ്, ഛന്ദസ്, അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ്. അപചിതാം
ലോഹിനിനാം കൃഷ്ണ മാതേതി ശശ്രൂം മുനേർദേവസ്യ മൂലേന സർവ വിദ്യാമി താ അഹം വിദ്യാമ്യാസാം പ്രഥമാം വിദ്യാമ്യുത മധ്യമാം ഇദം ജഘന്യാമാസമാ ഛിന്നസ്മി സ്തുകാമിവ തുഷ്ടേണാഹം വചസ്സാ വിത്ത ഈർഷ്യാമമീമദം അധൂയ മന്യുസ്തേ പദേ തമുത്തെ ശമയാമസി വ്രതേന ത്വം വ്രതപദേ സമക്തോ വിശ്വാഹ സുമന ദീദിഹോഹ തം ത്വാ പയ ജാതവേദ സമിദ്ധം പ്രജാവന്ത ഉപസദേമ സർവേ. ഭാവാർത്ഥം: കറുത്ത നിറമുള്ള പിശാചയായിട്ടുള്ള ആ ഗണ്ഡമാലിയുടെ മാതാവിനെ അഥർവന്റെ തീക്ഷ്ണമായ ശരം കൊണ്ട് മുറിച്ചു കളയുന്നു. പിന്നീട് ആ ഗണ്ഡകാലയെയും ഞാൻ നശിപ്പിക്കും. സ്ത്രീ വിഷയത്താലുള്ള പുരുഷന്റെ ദേഷ്യത്തെയും ഞാൻ ശാന്തമാക്കുന്നു. അല്ലയോ അഗ്നി, ഈ കർമ്മം വഴി പൂജിക്കപ്പെട്ടവനായ നിന്നെ ഞങ്ങൾ പുത്രപൗത്രന്മാരടക്കം വണങ്ങുന്നു. ഇവിടെ കറുത്ത നിറമുള്ള പിശാചായ ഗണ്ഡമാലിയുടെ മാതാവിനെ എന്ന് പറയണം. മാതാവിനെന്ന് പറഞ്ഞാൽ അത് ഏതിൽ നിന്നാണോ വന്നത്. കറുത്ത നിറമുള്ള പിശാചായ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളൊരു വസ്തുവാണ്. വേദങ്ങളിൽ പിശാച് എന്നെല്ലാം പറയുമ്പോൾ രോഗാണുക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇങ്ങനെയെല്ലാം വരുന്ന രോഗാണുക്കളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗണ്ഡമാലി എന്ന് പറഞ്ഞാൽ ഒരു യോജിപ്പിച്ച് പൂക്കളെ ഇങ്ങനെ യോജിപ്പിച്ചിട്ടുള്ള മാല പോലെ എന്ന അർത്ഥവും അതിനുണ്ട്. അപ്പോൾ ഇവിടെ കറുത്ത നിറമിലുള്ള പിശാചായ ഗണ്ഡമാലി എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ള പിശാച്. അപ്പോൾ ഏതോ ഒരു വൈറസിനെയോ ബാക്ടീരിയയോ ഫംഗൽ ഇൻഫെക്ഷനെയോ പറ്റിയാണിത് പരാമർശിക്കുന്നത്. അത് ആ മാതാവിനെ എന്ത് ചെയ്യുന്ന അഥർവന്റെ തീക്ഷ്ണമായ ശരം കൊണ്ട് മുറിച്ചു കളയുന്നു. അഥർവ മഹർഷി എന്ന് പറയുന്നത് അഥർവവേദം കൈകാര്യം ചെയ്തവരാണ്. അവരാണ് ആയുർവേദ ചികിത്സയെല്ലാം നൽകുന്നത്. നേരത്തെ അടുത്ത മന്ത്രങ്ങളിലും ചികിത്സേനെ പറ്റി തന്നെയാണ് പറയുന്നത്. ശരം കൊണ്ട് മുറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയകളെ അല്ലെങ്കിൽ ആ വൈറസുകളെ, ആ ഫംഗസുകളെ, കാരണം എങ്ങനെയുള്ളത്, ഫംഗസിൻ്റെ എല്ലാം ഒരു ഘടനയുണ്ട്, ഒരു മാലമാരിയുള്ളതെന്ന് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ചില വൈറസുകളെല്ലാം ആ ടൈപ്പിലുണ്ട്. അപ്പം ആ തരത്തിലുള്ളത് പഴുപ്പുണ്ടാക്കുന്നതാണെന്ന് അടുത്തതിൽ പറയുന്നുണ്ട്. ഇവിടെ പഴുപ്പിനെ പറ്റിയൊന്നും പറയുന്നില്ല. അതിനെ അഥർവൻ മുറിച്ചു കളയുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുള്ള മരുന്നുകളെ പറ്റിയുള്ള പരാമർശമാണ്. അതിനെ അത്തരം ജനിതക ഘടനകളെ, ബാക്ടീരിയ, വൈറസ്, ഇതിൻ്റെ എല്ലാം ഘടനകളെ മുറിച്ചു കളയണം. അഥർവൻ മുറിച്ചു കളയുന്നു എന്ന് പറയുകയാണ്. പിന്നെ ഗന്ധമാലയെ നശിപ്പിക്കും എന്ന് പറയണം. അതിൻ്റെ അടിവേരടക്കം നശിപ്പിക്കുകയാണ് ഈ ഇൻഫെക്ഷൻ്റെ. സ്ത്രീ വിഷയത്താലുള്ള പുരുഷന്റെ ദൂഷ്യത്തെയുമെല്ലാം ഞാൻ ശാന്തമാക്കും. സ്ത്രീ വിഷയമായ പുരുഷന്മാർക്കുണ്ടാകുന്ന ചില ദോഷങ്ങളുണ്ട്. അതെന്താണ്? സ്ത്രീ വിഷയമായ ചില രോഗങ്ങളുണ്ട്. നമ്മളെ എയ്ഡ്സ് എന്നെല്ലാം പറയുന്ന മാതിരിയുള്ള കുറേ രോഗങ്ങളുണ്ടല്ലോ. സ്ത്രീ സംബന്ധമായിട്ട് വരുന്ന രോഗങ്ങൾ, അതും ഒരു തരം വൈറസുകൾ, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടതാ. വൈറസാ, ബാക്ടീരിയ, എന്തോ അത്തരത്തിലുള്ള വിഭാഗങ്ങളിൽ വരുന്നതാണ്. അപ്പൊ അതിനെയും നശിപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ കണ്ഠവീക്കം, കണ്ഠത്തിലെ പഴുപ്പ് എന്നതിൻ്റെ അപ്പുറം കടന്നിട്ടാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. സ്ത്രീ വിഷയത്താലുള്ള പുരുഷന്മാരുടെ ദോഷത്തെ, അതുകൊണ്ടുണ്ടാകുന്ന ദോഷം.
അപ്പം അത്തരം ലൈംഗിക രോഗങ്ങൾ എന്ന അർത്ഥത്തിലും അതിന് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഏത് തരം രോഗങ്ങളാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇങ്ങനെയെല്ലാം വരുന്നത്. കാരണം ഫംഗസ് അല്ല ഞാൻ പറയാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 76-ാമത്തെ സൂക്തത്തില് എന്തുണ്ട്? കക്ഷത്തിലെ ഗുഹ്യഭാഗത്തെ വ്രണങ്ങളും പൊട്ടിയൊലിക്കുന്നതെന്നെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അവിടെ ഫംഗസുകളെല്ലാം അതിൽ വരും. അത് കറുത്ത നിറമത്തുള്ള പിശാചായ എന്ന് പറയുമ്പോൾ അന്യവസ്തു തന്നെയാണ്, നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. അതിനെയെല്ലാം ഞാൻ ശാന്തമാക്കുമെന്ന് പറയാണ്. അതിനെയെല്ലാം ചികിത്സിക്കാനുള്ള വഴികൾ ഇതിലുണ്ട്, അഥർവവേദത്തിൽ ഉണ്ട്. അഥർവവേദം പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ളതാണ്. ചികിത്സാ വിധിയിലെല്ലാം വരുമ്പോഴുള്ള അത്തരം ഗ്രന്ഥങ്ങളിലാണ് അത് എങ്ങനെ ചികിത്സിക്കണം എന്നെല്ലാം വിസ്തരിച്ച് പറയുക. ഇത് അടിസ്ഥാനപരമായ കാര്യം പറയുകയേ ഉള്ളൂ. അല്ലയോ അഗ്നി, ഈ കർമ്മം വഴി പൂജിക്കപ്പെട്ടവനായ നിന്നെ ഞങ്ങൾ പുത്രപൗത്രന്മാരടക്കം വണങ്ങുന്നു. അപ്പൊ ഇവിടെ അഗ്നിയാണ് രോഗത്തെ മാറ്റുന്നത്. മരുന്നുകളിൽ അഗ്നി തന്നെയാണ് രോഗാണുക്കളെയെല്ലാം നശിപ്പിക്കുന്നത്. കാരണം ആ രോഗാണുക്കളായാലും വൈറസ് ആയാലും ഫംഗസ് ഇൻഫെക്ഷൻ ആയാലും മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ ആ മരുന്നുകൾ അതിൻ്റെ ജനിതക ഘടനയായിട്ട് കൂടിച്ചേർന്നിട്ട് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു രാസപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. ഇതിനെല്ലാം നശിപ്പിക്കാനുള്ള രാസപ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അഗ്നി തന്നെയാണ്. ഒരു പ്രത്യേക ഊർജത്തിലാണ് ഓരോ രാസപ്രവർത്തനങ്ങളും നടക്കുക. അത് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. ഓരോ രാസപ്രവർത്തനത്തിനും ഒരു പ്രത്യേക അതിൻ്റെതായ ഊർജമുണ്ട്, ടെമ്പറേച്ചറുണ്ട്. ആ ടെമ്പറേച്ചറിൽ മാറ്റം വരുത്തേണ്ടിക്ക് വേറെ വല്ല എൻസൈമും അല്ലെങ്കിൽ കാറ്റലിസ്റ്റും എല്ലാം ഉപയോഗിക്കണം. അപ്പോഴാണ് ടെമ്പറേച്ചറിൽ മാറ്റം വരിക. അത്രയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ്. മരുന്നിൻ്റെ പ്രിൻസിപ്പിൾ എല്ലാം അത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്നു എന്ന അർത്ഥമുണ്ട്. അത് മാത്രമല്ല, ചില ഇത്തരം പഴുപ്പെല്ലാം ഉണ്ടാകുന്ന സ്ഥലത്തെല്ലാം ചൂട് പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ബാഹ്യമായിട്ട് ചൂട് കൊടുക്കുന്ന, ചൂടുവെള്ളം കൊണ്ട് കഴുകിയിട്ട് ചൂട് പിടിക്കുമ്പോഴെല്ലാം ഇതെല്ലാം നശിച്ചു പോകും. അപ്പം ഇതിലെല്ലാം പങ്കെടുക്കുന്നത് അഗ്നിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അഗ്നിയെ പൗത്രന്മാരടക്കം വണങ്ങുന്നു എന്ന് പറഞ്ഞാൽ തലമുറകളടക്കം അഗ്നിയിലൂടെയാണ് ഇത്തരം രോഗങ്ങളെ എല്ലാം മാറ്റുന്നത്. അത് അഗ്നി ഏത് രൂപത്തിലാകാം. സാധാരണ നിലയിൽ നമുക്ക് അഗ്നി പ്രയോഗിക്കാം. അല്ലെങ്കിൽ വേറെന്ത് ചെയ്യാം? മെഡിസിനിൽ മരുന്നുകൾ എന്നത് അതിൻ്റെ അഗ്നി ഊർജവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓരോ മരുന്നിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന വസ്തു അഗ്നിയാണ്. അഗ്നിയാണ് ഏത് രാസപ്രവർത്തനത്തിലും പങ്കെടുക്കുന്ന ഘടകം. അപ്പം മരുന്നുകൊണ്ടും അല്ലാതെ അഗ്നി അപ്ലൈ ചെയ്തുകൊണ്ടും നമുക്ക് വ്രണങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ സാധാരണ ചൂടുവെള്ളത്തിലെല്ലാം കഴുകുന്നതിലെ ചൂട് പിടിക്കുന്ന ഒരു പരിപാടിയെല്ലാം നമുക്കറിയാം. അതിനെപ്പറ്റിയുള്ളൊരു ചെറിയ പരാമർശമാണ് ഇതിലുള്ളത്. ഇതേപോലെ തന്നെ കുറച്ച് വിസ്തരിച്ചിട്ട് സൂക്തം 76 നമുക്ക് പിന്നീട് കാണാം. അപ്പം ഇത് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗമല്ല, പലതരം. അതും രോഗാണുക്കൾ മൂലമോ മറ്റോ ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയിട്ടുള്ള പരാമർശമാണ്. അതേസമയം കണ്ടത്തിലുള്ള വീക്കവും വരുന്നുണ്ട്. അതും മറ്റേ മന്ത്രത്തിൽ കണ്ടത്തിലെ വീക്കത്തെ പറ്റി എല്ലാം പറയുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുമായിട്ട് ബന്ധപ്പെട്ട കണ്ടവീക്കം എന്നതായിട്ടാണ് ഇതിനെ ഇന്ന് ആധുനിക ആയുർവേദം കണ്ഠരോഗമായിട്ടാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ കണ്ഠരോഗം എന്നതിന് പുറമേ രോഗാണുക്കളിലൂടെ, അന്യവസ്തുക്കളിലൂടെ, അതും ഒരു മാലമാരിയുള്ള, അത് വൈറസ് ആകാം, ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ ഫംഗസ് ആകാം, അത്തരം ചില ജീവികളെ പറ്റിയിട്ടുള്ള പരാമർശമാണ്. അതുകൊണ്ടാണ് കറുത്ത നിറത്തിലുള്ള പിശാചായ ഗണ്ഡമാലിനിയെ എന്ന് പറഞ്ഞത്.